दोस्त दे रही है। हेलो एवरीवन, वेलकम टू रिएक्शन स्टूडियो। आई एम सुखदेव। हाँ महादेव। तो दोस्तों आज हम देखने वाले हैं बॉडीगार्ड फिल्म को, जो कि 2010 में रिलीज़ हुई थी। इस फिल्म में लीड रोल में हैं दिलीप, नयनतारा, मित्रा कुरियन। और दोस्तों इस फिल्म को डायरेक्ट किया है सिद्दीकी ने, और उन्होंने इस फिल्म को लिखा भी है। तो बिना किसी देरी के हम इस फिल्म को देखते हैं, लेकिन देखने से पहले आपको याद दिला दूं, अगर आपने अभी तक हमारा चैनल सब्सक्राइब नहीं किया है तो प्लीज़ सब्सक्राइब कीजिए, और अगर आपको ये वीडियो पसंद आता है तो इसे लाइक ज़रूर कीजिए। सो विदाउट एनी डिले लेट्स वॉच बॉडीगार्ड। Let's watch. യാത്രയിലാണ് എന്റെയും ജീവിതം മാറി മറിയുന്നത്. പക്ഷെ പറഞ്ഞു വരുമ്പോൾ അതിന് മുൻപേ തുടങ്ങണം. നാട്ടുകാരക്കാർ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഈ കുത്തിയോട്ടം വെറും നേർച്ചയോ വഴിപാടോ മാത്രമല്ല ഓണാട്ടുകാരക്കാർക്ക്. ഈ ബുദ്ധി നേരെയാകാൻ വേണ്ടിയാണ്. ഈ പ്രായത്തിലുള്ള മറ്റു കുട്ടികളെ പോലൊന്നല്ല അവരുടെ മകൻ എന്നതാണ് ഈ അച്ഛൻ. അതുവരെ ചില്ലറക്കാരനല്ല. सांप चुरा रहे हैं। सांप चला दिया उसने। वैसे कर रहा हूँ। अबे स्कूल में कर चला रहा अभी है। क्लासरूम। टीचर लिख रहा है। पीने लगा उसका पापा। ഇങ്ങനെ ക്രൂരത കാണിക്കാണ്ട് സ്നേഹത്തിൽ പറഞ്ഞു നോക്കിയേ. സ്നേഹത്തോട് പറഞ്ഞ എന്തും അനുസരിക്കണോനാ നമ്മുടെ മോൻ. कैसे घूर रहा हो अपने पापा को? കുട്ടികളെ കടിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു കഥ? ഈശ്വര എന്ത് अच्छा ഇപ്പൊ കരയുന്നുണ്ടാവും सांप को बचाया मतलब ने उस सपेरे से। सपेरा टॉर्चर करता था പേടിച്ചിട്ടാ ആളുകള് പാമ്പിനെ ആരാധന. ആദ്യാദ്യം പോലീസുകാരോടായിരുന്നു അത്. പിന്നീടാ അവര് പോലും പേടിക്കണ ഗുണ്ടകളോ. അതെ, ഗുണ്ടയ്ക്ക് പഠിക്കുക. പഠിച്ചു വലിയ നിലയിലെത്തുന്ന ജാതകത്തില് അതിനുള്ള കഠിനാധ്വാനത്തിലല്ലേ അവൻ. ഗുണ്ടയായിട്ടില്ല, ഗുണ്ടയാകാനുള്ള പഠിപ്പില്ല. ഇപ്പൊ ബോഡിഗാർഡാ. ബോഡിഗാർഡ് इस फिल्म का नाम बॉडीगार्ड है। बॉडीगार्ड बना हुआ है। अच्छा ये ഇവിടെ ഇപ്പൊ സത്യം നിന്നോട് ആരെങ്കിലും പറഞ്ഞോ? പിന്നെ നിന്റെ സ്വന്തം ഇഷ്ടത്തിന് സത്യം പറ. നീ പോയില്ലേ? കിട്ടാൻ കഴിഞ്ഞിട്ടില്ല. അതേ കഴിച്ചു വെച്ചോ. താനെന്താ ഇവിടെ? ഞാൻ ചിത്രശലഭം വെച്ച് നിക്കണാണ്ടില്ല എന്നെ ആൾക്കാരെ കള്ളുടിപ്പിച്ച് കൊല്ലാൻ വേണ്ടി. इसका बॉडीगार्ड ही है ना? പള്ളി അതെ അശോകേട്ടാ, 2 കിലോമീറ്റർ അപ്പുറത്തല്ലേ ഉള്ളത്? അതിപ്പോ കുറച്ചും കൂടി സൗകര്യമുള്ള കെട്ടിടം കിട്ടിയപ്പോ ഇങ്ങോട്ട് മാറ്റിയതാ അശോകേട്ടാ. ഓഹോ, അപ്പൊ ഞാൻ പറഞ്ഞോളാം അവനോട്. മണി ഇങ്ങനെ പേടിക്കാൻ ആരാണ് ഈ അശോകേട്ടൻ? പുന്നൂർക്കടവിൽ അശോകേട്ടനെ നീ ആരാന്ന് ചോദിക്കണേ? എടാ, ഒരു കാലത്ത് അങ്ങേര് ഗുണ്ടയായിരുന്നില്ലേ നമ്മുടെ ഈ ഷൺമുഖ? अब शायद उसके साथ चला जाएगा। കോടീശ്വരൻ. പക്ഷെ ആളിപ്പോഴും മുറ്റ. മുന്നിൽ വന്ന് നിന്ന ഏത് ചട്ടമ്പിയുടെയും മുട്ടടിക്കും. ആരെങ്കിലും റെക്കമെൻഡ് ചെയ്താൽ നടക്കോ? അത് ചിലപ്പോ വാര്യ സാർ പറഞ്ഞാൽ നടക്കും. പക്ഷെ വാര്യ സാർ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. ഒരു അശോകേട്ടൻ ഉണ്ടായിട്ടും ഇത്രയും കാലായിട്ട് अशोक के पास जा रहा हूँ। ഞാൻ എന്താ അറിയാണ്ട് പോയത്? ഒന്ന് വഴിവിട്ടെ, ഒരാള് മുന്നോട്ട് പോക്കോട്ടെ. ये भी इस मूवी में ഒന്ന് മാറിയേ. ഇത് എങ്ങോട്ടാണ് ചേട്ടാ? എങ്ങോട്ടാണെന്ന് ഇപ്പൊ പറയാനിയാ. എടുക്കട്ടെ. തന്നോടല്ല, ഇവിടെ പറഞ്ഞതാ. हैं? കൊള്ളാലോ. किससे इससे बात कर रही हो? अरे किसी और से कर रही होगी बात, ऐसा लग रहा है ചേച്ചി मुझे। കുട്ടിയൊന്ന് മടിയിലെടുത്താമോ? अच्छा इससे कर रही हो बात। इससे बोल रही हो। ഓക്കെ, मार काली ऐसे कर रहा है, हाथ लगा रहा है। എങ്ങോട്ടാ? हैं? ചോദിക്കണെന്തിനാ? അല്ലാതെ തന്നെ ഞാൻ പറയില്ലേ. എന്റെ പേര് നീലാംബരൻ. अभी वही जा रहा है अशोक। പുന്നൂർക്കടവിൽ അശോകേട്ടനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
ആ പാചകം അതന്നെ. അമ്മായിക്ക് ഇപ്പൊ പകരം കുക്കിങ്ങിന് പോണത് കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേരെ ഒന്നോടെ ജോലിക്ക് നിർത്താൻ പറ്റില്ലെന്ന് എല്ലാവരും പറയണത്. ആ അതുകൊണ്ട് ടൗണിൽ बॉडीगार्ड ബോഡിഗാർഡാ. അശോക് ഏട്ടന്റെ അംഗരക്ഷകൻ. हैरान हो गए, इतना आधी हैरान आधी क्यों हो गए सब? ये बैंड എന്തെങ്കിലും വേണം? ഒരു സർബത്ത് മേടിപ്പിക്കട്ടെ? ഏയ് എനിക്കൊന്നും വേണ്ട. നിങ്ങൾ എല്ലാവരും അവരവരുടെ ഞാൻ ഇവിടെ ഇരിക്കുന്നത് കംഫർട്ടബിൾ അല്ല, ബുദ്ധിമുട്ടില്ലല്ലോ എന്ന് ചോദിച്ചതാ. ആദ്യം ഞാൻ സെയ്ദിക്കാനെ കിട്ടിയത്. सब जगह फैल गई വണ്ടിയിലുണ്ടെന്നേ. पूरे गांव को पता चल गया। എവിടെ? ये बैंड ऐसा नहीं ऐसा कोई हीरो वाला ഇറങ്ങി വാ, ധൈര്യമായിട്ട് വാ. ഇതാണ് നമ്മുടെ कार अपनी तरफ से जोड़ा सब कुछ उसे कुछ मालूम ही नहीं फादर कुछ बोल रहा ഓക്കെ ഓക്കെ, നിങ്ങൾ ആരും ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കരുത്. ഞാൻ വന്നിരിക്കും. അല്ലാണ്ട് സൈദിക്കോട് പറഞ്ഞ ഇതാണ് ഗുണം. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. വാ. എങ്ങോട്ട്? അശോകേട്ടനെ കണ്ട് पूरे गांव में जाएंगे साथ में। അതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടി ആഘോഷമായിട്ട് ബോഡി ഗാർഡിനെ കൊണ്ട് അശോകേട്ടന്റെ വീട്ടിലേക്ക് പോകുന്നു. ഓക്കെ. അയ്യോ അശോകന്റെ ബോഡി अच्छा, ये पता नहीं कौन है। ബോഡി ഗാർഡിങ് എത്തി. अशोक के साथ बंदा भी कहीं है। क्या लग रहा है? കണ്ട തോന്നണില്ലല്ലേ? अच्छा, अशोक की फैक्ट्री है वो। उसकी फैक्ट्री ना മതി മതി, വന്ന് ജോലി നോക്കി. ഇതാണ് ഈ വീടിന്റെ ओ, ഗേറ്റ്. ये है वो घर। अच्छा, ये अशोक, ये ऐसा दर्शक ना ये उसके नौकरानी से നല്ല ബ്യൂട്ടിഫുൾ प्यार करता है ये दूसरा। മേനോൻ ചേട്ടാ, നമസ്കാരം മണി ചേച്ചി. ഇതാണ് നമ്മൾ അശോകേട്ടനും വേണ്ടി വന്ന. अशोक नहीं है ना? अबे നാളെ വൈകിട്ടേക്ക് എത്തും. അതുകൊണ്ട് താൻ പോയിട്ട് 2 ദിവസം കഴിച്ചിട്ട് വാ. 2 ദിവസോ? അയ്യോ, എനിക്കങ്ങനെ തിരിച്ചു പോകാൻ പറ്റില്ല. അല്ലെങ്കിലും തിരിച്ചു വരുമ്പോ എന്റെ കൂടെ ബസ്സിലുണ്ടായിരുന്നതാ. ഉടനെ ഞാൻ സൈദിക്കാനെ വിളിച്ചു. ഓ, അപ്പൊ നീ ബസ്സേന്നേ പണി തുടങ്ങി. അതുകൊണ്ടെന്താ? മേനോൻ, ഇവിടുത്തെ കാര് കമ്പനി ഗസ്റ്റ് ഹൗസിൽ താമസിപ്പിച്ചാലോ? അതിനാ പെണ്ണ് സമ്മതിക്കോ? അവളല്ലേ ഇപ്പൊ അവിടുത്തെ സൂപ്പർവൈസർ. ആര്? അമ്മു? ഇത് എനിക്കറിയണ്ട, ഇവിടെ മുഴുവൻ പെൺകുട്ടികളാ. അതിന്റെ ഇടയ്ക്ക് കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ട് പിന്നെ ഇയാളാണ് ശരിയല്ല. പുറത്തു പോകാൻ അധികാരമുള്ള ബോഡിഗാർഡേ, എന്താ ഈ കാണിക്കണത്? പുറത്തുനിന്ന് വന്നൊരാളോട് കാണിക്കേണ്ട മര്യാദ. ये अशोक ना, फोटो लगी है उसकी। കൊള്ളാം. ഈ അശോകേട്ടന്റെ ബോഡി നടുവിലെ കൃഷ്ണൻ. വെരി ഡേഞ്ചറസ്. വെറുതെ पीछे से आ गई। ആണെങ്കിൽ തനിക്കെന്താണോ ചേതം? എന്താ ഛേദം? പിന്നെ ഞാൻ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നേ? ഈ ബോഡി ഗാർഡ് വേറെന്ത് ഭയങ്കര ലേഡീസ് വീക്ക്നെസ് ഉള്ള ആളെ ഈ അശോകേട്ടൻ പുറത്ത് പറയുന്നത്. അതുകൊണ്ട് മേലിൽ അശോകന്റെ മുമ്പിൽ ചെന്ന് കൊഞ്ചാനോ കൊഴിയാനോ താനെന്നല്ല ഒരു പെണ്ണിനെയും ഈ ബോഡി ഗാർഡ് അനുവദിക്കുന്നത്. ചിലപ്പോ അശോകേട്ടൻ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം. പക്ഷെ നാട്ടുകാർ കാണുന്നും പറയുന്നൊക്കെ വേറൊരു രീതിയില. അതുകൊണ്ടാ പറയുന്നത്. ഏട്ടൻ ചുമ്മാ പറയൂ. കൂടെ നിന്ന് നീയെല്ലാം രക്ഷപ്പെട്ടോട്ടെന്ന് കരുതിയാ ഞാൻ ബാറുകളെല്ലാം നിങ്ങൾക്ക് വിട്ടുവന്നത്. शुरुआत में से का फोन आया था। ഇവനോട് ദുബായിൽ നിന്ന് ഇങ്ങോട്ട് പോരാൻ പറഞ്ഞിരിക്കുക.
അവൻ നോക്കിക്കോളും ഇനി അതെല്ലാം. ഷൺമുഖണ്ണനോട് അന്നേ ഞാൻ പറഞ്ഞല്ലേ വേണ്ട വേണ്ടെന്ന്. ഇപ്പൊ എല്ലാം തീർന്നില്ല. वो इसका गुंडा बन गया. ഹലോ, ആരാത്? ഇവിടെ ആരും? ഓ, താനായിരുന്നു. ഞാനായിരുന്നു. അതിന് അശോകേട്ടൻ വന്നിട്ടില്ലടോ. Appointment. तो उसका लेटर देगा उसे, उस लेटर में पता नहीं क्या लिखा है. അപ്പോഴേക്കും അശോകേട്ടനെത്തും. ആ वो लड़के तो कई. और लेटर तो उसी का है ना वो, जिसको उसने हटाया काम से. കണ്ണുകൊണ്ട് കാണരുത് കേട്ടോ. ഇല്ല, ഇയാളെ കാണാൻ ഞാൻ വേറെ 2 കണ്ണ് ഫിറ്റ് ചെയ്യാം. അശോകേട്ടനെ ചീത്തപ്പേരുണ്ടാക്കാൻ അങ്ങോട്ട് പോരുന്നത്. തറവാടിന്റെ മഹിമ പറഞ്ഞ് കൊള്ളരുതായ്മയ്ക്ക് വെള്ളം പൂശരുത്. അങ്ങനെ കൊള്ളരുതാത്ത തറവാടാണെങ്കിൽ പിന്നെ ഇതിന് ഇവിടെ തന്നെ ബോഡി. എന്താ? മനുഷ്യരെ കീഴ്പ്പെടുത്തേണ്ടത് കരുത്തുകൊണ്ടല്ല, സ്നേഹം കൊണ്ടാ. നമ്മൾ തമ്മിൽ रुक जा സംസാരിക്കാൻ रहा हूँ. മതി ഓരോന്ന് പറഞ്ഞിട്ടേക്കാൻ. പൊക്കോ പൊക്കോ, ഞാൻ छोड़ അങ്ങോട്ട് के नहीं वहीं जा रहा होगा गेस्ट हाउस में. जा रहता था ना. इसके साथ कोई बॉडीगार्ड भी नहीं रहता. രാജീവനും കൂടെ വരണമെന്ന് പറഞ്ഞിട്ട്. അവന്റെ ഫ്ലൈറ്റ് ഈവനിങ്ങിലാ. ഓ, ഞാൻ മോർണിംഗ് ഫ്ലൈറ്റിൽ പോന്നു. ടൗണിലൊരു अच्छा इसके पापा. अच्छा पापा है इसके. അച്ഛാ, രാജീവേട്ടൻ ഇവിടെ? അവൻ വരാൻ ലേറ്റ് ആവും. ആരുടെ ബോഡി ഗാർഡ്? അയ്യോ, അശോകേട്ടന്റെ ബോഡി കാണുന്നും പറഞ്ഞല്ലേ അയാൾ ഇവിടെ വന്നത്. താൻ എന്തൊക്കെയാണോ ഈ പറ? കൊണ്ടാ മേനേജേട്ടൻ ഗസ്റ്റ് ഹൗസ് താമസിപ്പിച്ച് ഇപ്പൊ ഇവളിട്ട് വട്ട് തട്ട് അയാളെ. എന്തോ നാടോ ഇത്? ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ട് വന്നാൽ भिजवाने के लिए बोल रहा है. तो मिला भी नहीं उससे. അച്ഛന്റെ കൂടെ ഉള്ളത് നല്ലതാ. अच्छा അച്ഛൻ ഞാൻ बॉडी गार्ड പറഞ്ഞു बने हुए. കേട്ടല്ലോ. അച്ഛൻ പറയുന്നു പറഞ്ഞയക്കാം, മകള് പറഞ്ഞയക്കാം. ഞാൻ പോകാണ്ട് ഇവിടെ തന്നെ ഇരുന്നാ മതിയായിരുന്നു. ആ പിന്നെ ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടായില്ലോ. ഏയ്, അതിന് ഞാൻ ആ ഭാഗത്തേക്ക് പോയിട്ട് വേണ്ടേ? ആ വെരി. ദൈവമേ, അതും എത്തുന്നുണ്ടോ? എടോ, അച്ഛനേക്കാൾ വലിയ പ്രശ്നക്കാർ ये बता नहीं रही उसे ना नहीं. कि പണിക്കാരി പെണ്ണോടാ കൂടുതൽ കമ്പം. അവർക്കാവുമ്പോ കാശ് കൊടുക്കണ്ടല്ലോ. ലുപ്തൻ പൂനെയില് പഠിക്കാൻ പോയിട്ട് അവിടെ പിന്നെ ചുമ്മാതാണ് പണിക്കാർ. അച്ഛന്റെ മകന്റെ കംപ്ലീറ്റ് ഹിസ്റ്ററി ഞാൻ എടുത്തു കഴിഞ്ഞു. തുറക്കരുത്. ഓക്കേ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്താണോ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്? പാകിസ്ഥാൻ ഗവൺമെന്റോ? തന്നെ ഇവിടെ കേട്ട് താമസിപ്പിച്ച തെറി മുഴുവൻ ഞാനാ. എന്നെ ഒരു ഗവൺമെന്റ് അയച്ചതല്ല. ഞാൻ വരുന്നതിന് മുമ്പ് അശോകേട്ടൻ അങ്ങോട്ടെങ്കിലും പോയാലോ? രാത്രിയിലും വരണം. അത് ഞാനിവിടെ എവിടെയെങ്കിലും ഇരുന്ന് നേരം വിളിപ്പിച്ചോളാം. ഇരുന്നാലും कस വെളുത്ത വേലക്കാരികളുടെ ഒരു ഇൻഫ്ലുവൻസ്. आ गया ना अशोक. नहीं, उसका बेटा अशोक तो आ गया ना. अच्छा अशोक का अशोक बेटा. तो आ गया था. इससे मिलना चाहता है वो क्या? ഒരു ബോഡി ഗാർഡ് വന്ന് കേട്ടു. നേരാ? ആ രാജീവേട്ടാ, നല്ല കലക്കൻ ഒരു ബോഡി ഗാർഡാ. അയാൾ കലക്കണം നീ കണ്ട് പെറ്റോടത്തിന് പോടി. എക്സ് സർവീസാ? വലിയ സർവീസ് ഒന്നുള്ള ആളാണെന്ന് തോന്നണില്ല. പിന്നെ അശോകേട്ടനെ കുറിച്ചും രാജീവേട്ടനെ കുറിച്ചും കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അത് നന്നായി. ये भी भाई है क्या है इसका? अच्छा भाई है शायद इसका ना. കടന്നൽ ഊത്തിയ പോലെ. പിന്നല്ലാണ്ട് നേരെ എത്രയെന്ന വിചാരം? अम्मू का भाई. ഇങ്ങനെ പാതിരാക്കാണ്ട് കാലത്ത് തന്നെ അച്ഛന്റെ കൂടെ ഇങ്ങ് പോരായിരുന്നില്ല. क्या बोल रही है? എന്ത്? എന്താ നീ പറഞ്ഞ? കുറച്ച് നേപ്പാൾ. अबे ഞാൻ നിക്കണേ അവിടെ. नहीं कर जिसकी. ഈശ്വരാ, ഇയാൾ എന്താ ഈ കാണി- ओ बैग बेहोश हो गया वो. ഏട്ടാ, ഏട്ടാ, ഏട്ടാ. പൊയ്ക്കോ. ആരെങ്കിലും കാണുന്നതിന് മുമ്പ് പൊയ്ക്കോ. डैड आ गए तो दिक्कत हो जाएगी. अभी तो मम्मी आ गई. ഈശ്വരാ, सब गड़बड़ हो गया. ആരുടെങ്കിലും കണ്ണിൽപ്പെട്ട കുന്നുകളെ ഓടി പോകാൻ. അമ്മോ, അമ്മോ. മോനെ രാജീവ, എന്താ പറ്റിയടി? അത് നോക്കി നിൽക്കട്ടെ, കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ. अच्छा, वैसे उसने इसका चेहरा नहीं देखा ना, किसने मारा उसे? चेहरा नहीं देखा. अब शायद नहीं बताएगी ये. രാജീവ, ആ ബോധം വന്ന് ബോധം വന്ന്. ओ अब देख लेना. രാജീവ, രാജീവ.
എന്താ രാജേശ്വര ഉണ്ടായത്? അത് ആങ്ങളെ പെങ്ങളും കൂടി ഓടിക്കളിച്ചപ്പോ വീണതാ. ഓടിക്കളിക്ക് ഈ പാതിരാത്രിക്കോ? ഓടി അല്ല അച്ഛാ, എന്നെ ആരോ പിന്നീന്ന് അടിച്ചിട്ടതാ. ഇതിനകത്ത് വന്ന് അടിക്കാൻ ആർക്കാ ധൈര്യം? അത് ഞാൻ ആളറിയാണ്ട് അടിച്ചതാ. എടാ എന്നെ കിട്ടവനെ. അയ്യോ അച്ഛ വേണ്ട, ഒന്നും അയാളുടെ കുറ്റമല്ല, ഞാൻ തമാശക്ക് പറഞ്ഞതൊക്കെ. നിന്റെ ബോഡി ഗാർഡ് പണി. ഓടികാടോ? ഈ പമ്പര വിദ്യ ഓടികാട്. തന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇവനെ പറഞ്ഞു. ഈ ബാങ്കർ सब निकाल दिया था। വയ്ക്കോ. വാര്യർ സാറിന്റെ കത്തോ? दिखा रही है വാര്യർ സാറ് പറഞ്ഞു വിട്ടത് അയാളെ അച്ഛനെ വന്ന് अच्छा കാണാൻ. वरुण इसको गुरु मान रहा है, मतलब मानता है ये। पहले मिलेगा उसका खत होगा। എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ മകൻ, പേര് ജയകൃഷ്ണൻ. അവൻ്റെ തല തിരിഞ്ഞു പോയിന്നും ആരെയും മറ്റുള്ളവർക്കെല്ലാം അങ്ങനെയല്ലേ തോന്നൂ. അവനെന്നും സത്യത്തിൻ്റെ ഭാഗത്താണ്. അനീതിയെ എതിർക്കാൻ ശക്തിയുള്ളവർക്കേ കഴിയൂ വന്നത്. നിനക്കവനെ കൊണ്ട് എന്ത് പ്രയോജനമെന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ എനിക്ക് നീ ചെയ്യുന്ന ഏറ്റവും വലിയ ഉപകാരമായിരിക്കും. ये तालिका उस खत में है। അച്ഛൻ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞതാ. വാ. ഇല്ല, ഇവനെന്താ ഇവിടെ? ഇനി എന്നെ അന്വേഷിച്ചു വന്നു. पूजा हो रही है। ഷൺമുഖണ്ണൻ ഇവിടെ. അശോകൻ अच्छा मारने के प्लान ला रहे हैं। कोई गुंडा आ रहे थे मारने के लिए। इसने भी बोला था। പൂഴാൻ ജോസിന്റെ ഇവിടെ ആർക്ക് വേണ്ടിയാ ഇവന്മാർക്ക് കൊട്ടേഷൻ കൊടുത്തിരിക്കണേ? बे अब समझ गया। ഹലോ सुनाई नहीं। अच्छा सुन लिया। പെട്ടെന്ന് അവിടുന്ന് മാറണം. അശോകന്റെ ചുറ്റും കൊട്ടേഷൻ ടീമാ. എന്താ? വേഗം മാറവിടുന്ന്. अबे कैसा आदमी हो? അശോകന്റെ അവർ കൊല്ലും. इसके बाद में समझा बिल्कुल वैसे होता है, लापरवाही में रहता है ये। ഓ അയ്യോ ദേ. देखो मार दिया। अब जब धुनाई करेगा उनकी तब भरोसा हो जाएगा। अब देख लेंगे। तो रहा है। जो भाई को भी मारने की, मतलब बेटे को मारने की कोशिश करेगा। നീ രാധാമണി അമ്മ നോക്ക്, അവർ അമ്പലത്തിനകത്തുണ്ട്. ये मंदिर में जा रखे। मतलब पूरी അയ്യോ ഇവരെന്താ? है क्या हो गया? मरना चाहती है? उसे नहीं ना बताया। उस दिखाई नहीं दे रहा बैंगर के हथियार है उनके पास। है क्या നമ്മളും കൂടെ उसी की दोस्त दे रही है। उनकी जान बचाने के लिए आ रखा है। और उसे क्या क्या बोल रही। थप्पड़ मार दिया। ഒരുത്തരും ഞങ്ങളുടെ നേരെ നോക്കാൻ പോലും ഇന്ന് है मुझे अभी तक समझ नहीं आया। वो उन्हें मारने की कोशिश कर रहे हैं, उन्हें बचा रहा है, फिर मुझे समझ नहीं आ रहा कैसे हो रहा था ये।
ഇല്ല. ഇതിലൊക്കത്തിനും കാരണം ആ തമ്മാടി ചെറുക്കനാണ്. അവൻ ഞാൻ വേണ്ടത് കൊടുത്ത് പറഞ്ഞു വിട്ടിട്ടുണ്ട്. എന്നെയൊക്കെ और समझ आ रहा था कि डब्बे समझ ഇവനെ ഇവിടേക്ക് എത്തിച്ചത് വാര്യർ സാറല്ല, ദൈവമാ. വാര്യർ സാറിന്റെ രൂപത്തില്. ओ बता दीजिए शेर खान के, वहीं जाएगा वही शेर खान के पास। अच्छा शेर खान मलेशिया में वो भयंकर वहाँ से हमला करवा। നടക്കടാ അങ്ങടാ. ഇനി ഒരു കാലത്തും ഷൺമോ അശോകേട്ട സൂക്ഷിക്കണം. ഇവിടെ ഇരുന്നോണ്ട് തന്നെ